Good evening to one and all, respected teachers, students and all my dear audience. Today, St. Peter's Training College, Kolancheri Anti-Drug Club in association with SSS Koothadakulam and CJ Memorial Library organizes a webinar on pain and palliative care. I take this opportunity to welcome each and every one of you to this webinar. Myself, Faustina George, trainee, St. Peter's Training College. Before going into the topic, I would like to speak a few words on the current scenario that's happening. In today's society, people live longer than ever. Even ക്രോണിക് അസുഖം ഉള്ള ആൾക്കാർ പോലും ഇപ്പോൾ കൂടുതൽ നാൾ ജീവിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് സ്പാൻ ഇപ്പോൾ കൂടുതലാണ് ദാൻ കമ്പയർഡ് ടു ദ പാസ്റ്റ് ജനറേഷൻസ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ്സ്. അവർക്ക് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഹോസ്പിറ്റൽസ് ആണെങ്കിലും ദേ ആർ ഗുഡ് അറ്റ് ഡൂയിങ് ദെയർ ഡ്യൂട്ടി. ദേ ആർ സക്സസ്ഫുൾ ഇൻ ഗിവിങ് ദീസ് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ്സ് ടു ദി പേഷ്യൻസ്. അതിപ്പോൾ ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, ദേ ആർ ഗുഡ് അറ്റ് ഗിവിങ് ദെയർ ട്രീറ്റ്മെൻറ്റ്സ്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടിക്കഴിയുമ്പോൾ ഈ പേഷ്യൻറ്റിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സൈഡ് എഫക്ട്സ് ആൻഡ് പെയിൻ റിലേറ്റഡ് ടു ദ ഡിസീസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റും ഈ അസുഖവും കാര്യം ഒരുപാട് സൈഡ് എഫക്ട്സ് പേഷ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് പാലിയേറ്റീവ് കെയറിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിൽ നിന്ന് റിലീഫ് കൊടുക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ, ഒരു പേഷ്യൻറ്റിൻ്റെ പെയിൻ, അതായത് സിംറ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ കുറയ്ക്കുക, അറ്റ് ദ സെയിം ടൈം ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആ ഒരു പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് ഡയഗ്നൈസ് ചെയ്യുമ്പോഴാണ് ദാറ്റ് പേഴ്സൺ റിയലൈസസ് കുറച്ച് കൂടി കാലം ഇനി മുന്നിലുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ വരുന്നത് അപ്പോഴാണ്. പക്ഷേ ആ റിയലൈസേഷൻ്റെ ഒപ്പം തന്നെ ഹി ഹാസ് ടു ഫൈറ്റ് ഹിസ് ഡിസീസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാലിയേറ്റീവ് കെയർ ആണ് അവിടെ ആ ഒരു പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ഫൈറ്റ് ഹിസ് ഡിസീസ് അറ്റ് ദ സെയിം ടൈം. അതായത് ആ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്തായാലും നടക്കും, അയാളുടെ ട്രീറ്റ്മെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പെയിൻ റിലീഫ് പാലിയേറ്റീവ് കെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെയാണ് പാലിയേറ്റീവ് കെയറും അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടത്തി കഴിയുമ്പോഴത്തേക്കും ഹീൽ ഗെറ്റ് എ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പാലിയേറ്റീവ് കെയർ അവിടെ സഹായിക്കുന്നുണ്ട്. ഉള്ള ദിവസം അയാൾക്ക് ബെറ്റർ പോസിറ്റീവ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പാലിയേറ്റീവ് കെയർ അവിടെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു വെബിനാർ 3 സെഷൻസ് ആയിട്ടാണ് നടത്തുന്നത്. അതിൽ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി സെക്ഷനാണ്. It will be dealt by myself, and the second session covers the types, areas of palliative care, and it will be delivered by Shruti Grace. Third session will deal with the palliative care in Kerala and the students initiative in palliative care, and it will be delivered by Sumaya. Thank you. ഇനി എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതറിയുന്നതിന് മുമ്പ് പെയിൻ എന്താണെന്നുള്ളതാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് പെയിൻ? പെയിൻ ഇസ് ജനറൽ ടേം that describes uncomfortable sensation in the body. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക, നമുക്ക് പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആകും. അതുപോലെ നമുക്ക് ഒരു കാര്യവും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സെൻസേഷൻ തരുന്നതാണ് ഈ ഒരു പെയിൻ എന്ന് പറയുന്നത്. ഒരു അൺകംഫർട്ടബിൾ സെൻസേഷൻ നമുക്ക് പെയിൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻ ഇസ് എ സിഗ്നൽ ഇൻ യുവർ നെർവസ് സിസ്റ്റം ദാറ്റ് സിഗ്നൽ സംതിങ് മേ ബി റോങ്. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ളൊരു സിഗ്നലാണ് എന്തോ നമ്മുടെ അകത്ത് സംതിങ് ഇസ് റോങ് ഇൻസൈഡ് ആ ബോഡി. അതിനൊരു സിഗ്നൽ തരുന്നതാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഷാർപ്പ് ഓർ ഡൾ. അതായത് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ, ചില സമയത്ത് സ്ട്രോങ് ആയിട്ടായിരിക്കും പെയിൻ വരുന്നത്, ചില സമയത്ത് അത് ഭയങ്കര ഡൾ പെയിൻ ആയിരിക്കും, ചെറിയൊരു വേദനയായിരിക്കും ഉള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നതാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. പിന്നെ പെയിൻ മേ ബി കൺസിസ്റ്റൻറ്റ്, ഇറ്റ് മേ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫ്രീക്വൻ്റ്ലി. ചിലപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും ഒരേ സ്ഥലത്തായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ചില സമയത്ത് സ്റ്റാർട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, ഇടക്കിടക്ക് വരെയും പോവുകയും ചെയ്യും.
ചിലതെന്ന് പറയുന്നത് ചില പെർട്ടിക്കുലർ കണ്ടീഷൻസിൽ മാത്രമേ പെയിൻ വരാറുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ട്രെനസ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക, ആ സമയത്ത് മാത്രമേ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് പെയിൻ വരുള്ളൂ. അപ്പോൾ അതാണ്, ഒരു കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും പെയിൻ വരുന്നത്. ചില പെയിൻ എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല, പ്രത്യേകിച്ച് വർക്ക് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് തന്നെ ചില പെയിനുകൾ വരും. ചിലത് വർക്ക് ചെയ്താൽ മാത്രമേ പെയിൻ വരുള്ളൂ. അപ്പോൾ പെയിൻ ഇറ്റ് ക്യാൻ ബി വേരിയിങ്. It may be acute, developing suddenly, lasting for a short period of time, or it may be chronic with ongoing sensation that lasts or return repeatedly over several months or years. ചിലതെന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും ചില പെയിൻ നിൽക്കുന്നത്. അത് അധികം നാളൊന്നും ഉണ്ടാവില്ല, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അത് മാറിപ്പോവും. ചില പെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അത് നിൽക്കും. അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒന്നെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വന്നും പൊക്കോണ്ടും ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പെയിനിൻ്റെ ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് പീപ്പിൾ റെസ്പോണ്ട് ടു പെയിൻ ഡിഫറെൻ്റ്ലി. സം പീപ്പിൾ ഹാവ് ഹൈ ടോളറൻസ്. ചിലർക്ക് ഭയങ്കര ഹൈ ടോളറൻസ് ആയിരിക്കും. ഓരോ ആൾക്കാർക്കും ഈ പെയിൻ അല്ലെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്ന ടോളറൻസ് ലെവൽ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെയിൻ എന്ന് പറയുന്നത് ഹൈലി സബ്ജക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെയിൻ ടോളറൻസ് ലെവലാണ് ഉള്ളത്. ചിലർക്ക് നല്ല ടോളറൻസ് ഉണ്ടാവും, ചിലർക്ക് ഒട്ടും തന്നെ പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയുന്നത് പെയിൻ ലെറ്റ്സ് us know when something is wrong and gives us hints about the cause. Some pain is easy to diagnose and can be managed at home. അപ്പോൾ നേരത്തെയും പറഞ്ഞായിരുന്നു ഈ സെയിം പോയിന്റ്. അതായത് പെയിൻ, നമുക്കൊരു പെയിൻ വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് നമ്മുടെ ബോഡി തന്നെ സിഗ്നൽ ചെയ്യണതാണ് ആക്ച്വലി ഈ പെയിനിലൂടെ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ പക്ഷെ ചില പെയിൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ റെമഡീസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ചില പെയിൻ. പക്ഷെ ചില പെയിൻ എന്ന് പറയുന്നത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കണ്ടീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ആ പെയിൻ. അപ്പോൾ അത് നമ്മൾ ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി കാണിക്കണം. ഇപ്പോൾ തലവേദന വരിക എന്ന് പറയുമ്പോൾ മൈഗ്രെയിൻ കൊണ്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടോ തലവേദന വരാം. അത് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് തലവേദന വന്നുകൊണ്ടേയിരിക്കുന്നു, അത് നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മളത് എഫക്റ്റ് ചെയ്യുന്നു. നമുക്ക് ഒരു രീതിയിലും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ പോയി കാണണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ അതാണ്, ചിലത് നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും, ചിലത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ തേടണം. അപ്പോൾ പെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ നോക്കി. ഇറ്റ് ഈസ് എൻ അൺബെയറബിൾ സെൻസേഷൻ ഇൻ അവർ ബോഡി. ഇനി വാട്ട് ഈസ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇൻ ഹെൽത്ത് കെയർ, ടു പാലിയേറ്റ് മീൻസ് ടു ലെസൻ ദ സിവിയറിറ്റി ഓഫ് സിംറ്റംസ് ഓഫ് എൻ ഇൽനെസ് വിത്തൗട്ട് ക്യൂറിങ് ഓർ റിമൂവിങ് ദ അണ്ടർലൈങ് കോസ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടംപോലെ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കാണിക്കും. ആ സിംറ്റത്തിൻ്റെ സിവിയറിറ്റി ഒന്ന് കുറയ്ക്കുക എന്നുള്ളതിനെയാണ് പാലിയേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാലിയേറ്റിൽ ആക്ച്വലി സിംറ്റത്തിൻ്റെ സിവിയറിറ്റി മാത്രമാണ് കുറയ്ക്കുന്നത്, ഒരിക്കലും ആ ഒരു ഡിസീസിനെ ക്യൂർ ചെയ്യുന്നില്ല. അതാണ് പാലിയേറ്റ് എന്ന് അർത്ഥം വരുന്നത്. ഇനി പാലിയേറ്റീവ് കെയർ ഇസ് എ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ദാറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് പേഷ്യൻസ് റിലീഫ് ഫ്രം പെയിൻ ആൻഡ് അതർ സിംറ്റംസ് ഓഫ് എ സീരിയസ് ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ്. ഒരു ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ്സിൻ്റെ ബേസ് ചെയ്തിട്ട് സിംറ്റംസ് ഉണ്ടാവും, അതിൻ്റേതായ വേദനകൾ ഉണ്ടാവും. ആ വേദനകളിൽ നിന്നൊക്കെ ഈ പേഷ്യൻസിന് ഒരു റിലീഫ് കൊടുക്കുക എന്നതാണ് പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ആണ്. ഓക്കെ, ബാക്കിയുള്ള മെഡിക്കൽ കെയറിനെ പോലെയല്ല, ഇതൊരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ആണ്. ബേസിക്കലി ദിസ് കെയർ ഇസ് ഗിവൺ ടു ദോസ് പേഷ്യൻസ് ടു റിലീവ് ദം ഫ്രം ദ പെയിൻ റിലേറ്റഡ് ടു ദെയർ ഡിസീസ്. അത് ഡിസീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എടുത്തു പറയേണ്ട വാക്കാണ് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള ആൾക്കാരുടെ ഈ ഒരു പെയിനിൽ നിന്ന് അവർക്ക് റിലീഫ് കൊടുക്കുന്നതിനാണ് ബേസിക്കലി പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് ആയിരിക്കണം അവർക്ക് ഉള്ളത്. പിന്നെ പറയുന്നത് പാലിയേറ്റീവ് കെയർ ടീം എയിംസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ബോത്ത് പേഷ്യൻറ്റ് ആൻഡ് ദെയർ ഫാമിലി. പേഷ്യൻറ്റിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും പാലിയേറ്റീവ് കെയർ ഒരു
സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന് മാത്രമല്ല, പേഷ്യൻസിനെ നോക്കുന്ന ഫാമിലീസും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ പറയുന്ന പേഷ്യൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു ഫാമിലിയിൽ ചിലപ്പോൾ ഒരു ഫാദർ ആണെങ്കിൽ ദ ഫാമിലി ഹാസ് ടു ബി ദെയർ വിത്ത് ഹിം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കണം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ബൈസ്റ്റാൻഡറായിട്ടൊക്കെ ആയിട്ട് നിൽക്കാനായിട്ട്. സോ അതുകൊണ്ട് അവർക്കും ഒരുപാട് എന്താ പറയുക, ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ഫാമിലീസിനും ഈ പറയുന്ന ഒരു കെയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. This form of care is offered alongside curative or other treatments you may be receiving. അതായത് ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെയാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതിൻ്റെ വഴിക്ക് പോവും, അതിൻ്റെ കൂടെയാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. Palliative care is provided by a team of doctors, nurses and other specially trained people. അപ്പോൾ ഇത്രയും പേരാണ് പാലിയേറ്റീവ് കെയർ ടീമിലുള്ളതെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സസ് ഉണ്ടാവും, പിന്നെ വോളണ്ടിയേഴ്സ് ഉണ്ടാവും. അവർ സ്പെഷ്യലി ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് ആയിരിക്കും. പിന്നെ ദേ വർക്ക് വിത്ത് യു, യുവർ ഫാമിലി ആൻഡ് യുവർ അതർ ഡോക്ടേഴ്സ് ടു പ്രൊവൈഡ് എക്സ്ട്രാ ലെയർ ഓഫ് സപ്പോർട്ട് ദാറ്റ് കോംപ്ലിമെൻറ്റ്സ് യുവർ ഓൺ ഗോയിങ് കെയർ. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ലെയർ ഓഫ് സപ്പോർട്ടാണ് ആക്ച്വലി പാലിയേറ്റീവ് കെയർ. നമുക്ക് ഡിസീസിന് വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് ത്രെറ്റനിങ് ഡിസീസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് പാലിയേറ്റീവ് കെയറും പോകുന്നത്. അപ്പോൾ പാരലൽ ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ ലൈഫ് ത്രെറ്റനിങ് ഡിസീസിന് വേണ്ടിയുള്ള ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഈ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ്സും നടക്കുന്നത്. ഇനി പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിനെ പറ്റിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പേഷ്യൻറ്റ് ക്യാൻസർ ഉള്ളൊരു പേഷ്യൻ്റാണ്. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പല ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഹോർമോൺ തെറാപ്പി ഉണ്ട്, സർജറി ഉണ്ട്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി. ഇത്രയും തെറാപ്പികൾ നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് കീമോതെറാപ്പിയും അതുപോലെ റേഡിയേഷൻ തെറാപ്പിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്നത് ഓബ്വിയസ്ലി ക്യാൻസർ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്യാൻസർ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാൻസർ സെൽസിനെ അത് ഷ്രിങ്ക് ചെയ്യുക അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സൈഡ് എഫക്ട്സ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. നോസിയ, അതുപോലെ ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്, സ്കിൻ ബേൺസ്, ഡ്രൈ മൗത്ത്, ഫാറ്റി, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ പല സൈഡ് എഫക്ട്സും ഒരു പേഷ്യൻറ്റിന് വരുന്നുണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റേഡിയേഷൻ ആൻഡ് കീമോതെറാപ്പി. അപ്പോൾ ഇവിടെ അഡ്രസ്സിങ് ദീസ് സൈഡ് എഫക്ട്സ് ഇംപ്രൂവ്സ് ദ പേഷ്യൻസ് ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ്, വിച്ച് ഇസ് വൈ പാലിയേറ്റീവ് കെയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ഒരു ക്യാൻസർ വരുമ്പോൾ നടത്തുന്ന ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഈ പറയുന്ന കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും. അതിനെയാണ് നമ്മൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു ഡിസീസ്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ എക്സാമ്പിളിൽ അത് കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയുമാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്. ഈ സൈഡ് എഫക്ട്സിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറയുന്നത് ഒരാളെ മൊത്തത്തിൽ അൺപ്രൊഡക്റ്റീവ് ആക്കി കളയണയാണ്. ഏത് നേരവും വിശപ്പില്ലായ്മ, ടയേർഡ് ആയിട്ടിരിക്കുക. അപ്പോൾ അൺപ്രൊഡക്റ്റീവ് ആക്കണ, അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ ഡിക്രീസ് ചെയ്യുവാണ് ഈ സൈഡ് എഫക്ട്സ് കാര്യം. അപ്പോൾ ഇതിനെ ഒന്ന് കാർട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് നടക്കണം, അതിൻ്റെ കൂടെ തന്നെ ഈ സൈഡ് എഫക്ട്സിനെ ഒന്ന് കാർട്ടർ ചെയ്യാനും അതുപോലെ അയാളുടെ ഓവറോൾ ക്വാളിറ്റി ആ ഒരു പേഷ്യൻ്റ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു palliative care കൊണ്ടുവന്നിരിക്കുന്നത്. Okay, so addressing these effects improves the patient's overall quality of life, which is why palliative care is important to consider whenever a patient receives a diagnosis of serious or chronic illness. ആ ഒരു ഡയഗ്നോസിസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പാലിയേറ്റീവ് കെയർ അവിടെ സൈമിൾട്ടാനിയസ്ലി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ്
why palliative care is important. അടുത്തത് വരുന്നത് ബെനിഫിറ്റ്സ് ഓഫ് പാലിയേറ്റീവ് കെയർ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പുട്സ് പേഷ്യൻസ് ഡിസയേഴ്സ് ഗോൾസ് ആൻഡ് ഡിസിഷൻസ് ഫസ്റ്റ്. അപ്പോൾ എപ്പോഴും പേഷ്യൻറ്റിൻ്റെ അഭിപ്രായം, അവരുടെ ആഗ്രഹങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി അതിനായിരിക്കും. പിന്നെ പറയുന്നത് സപ്പോർട്ട്സ് പേഷ്യൻസ് ആൻഡ് ഫാമിലി. പേഷ്യൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഫാമിലിക്കും ഈക്വലി അവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫാമിലി മെമ്പേഴ്സിനെയും ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അഡ്വൈസ് ഒക്കെ ഫാമിലി മെമ്പേഴ്സിനും കൊടുക്കുക എന്ന് പറയുന്നത് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പാലിയേറ്റീവ് കെയർ. പിന്നെ പറയുന്നത് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അത് നമ്മൾ നേരത്തെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു, എങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവുക എന്നുള്ളത്. പാലിയേറ്റീവ് കെയറിൽ ഈ ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസിനെ നമ്മൾ അതിൻ്റെ സിവിയാരിറ്റി കുറയ്ക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ ഇമ്പ്രൂവ് ആവുകയാണ്. പിന്നെ പ്രൊവൈഡ്സ് പെയിൻ ആൻഡ് സിംറ്റംസ് കൺട്രോൾ. ആ ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനും സിംറ്റംസും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പാലിയേറ്റീവ് കെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോക്കസസ് ഓൺ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഒരു ബോഡി കെയർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മൈൻഡ് സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ അസുഖം വന്നത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും, എന്തിനാണ് ദൈവം എനിക്ക് ഈ അസുഖം തന്നത് എന്നൊക്കെ ഒരു സ്പിരിച്വലി നമുക്ക് ഈ ഒരു പേഷ്യൻ്റ് ചിന്തിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ സ്പിരിച്വൽ ആയിട്ടുള്ള സപ്പോർട്ടും പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് റിഡ്യൂസസ് അൺനെസസറി ഹോസ്പിറ്റൽ വിസിറ്റ്സ്. കൂടെയുള്ള ഹോസ്പിറ്റൽ വിസിറ്റ്സ് മാക്സിമം കുറയ്ക്കാനായിട്ട് ഈ ഒരു പാലിയേറ്റീവ് കെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാ കാര്യങ്ങളും പാലിയേറ്റീവ് കെയർ ചിലപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടായിരിക്കും ഈ പാലിയേറ്റീവ് കെയർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽസിൽ പോകേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഹെൽപ്സ് പേഷ്യൻ്റ് ആൻഡ് ഫാമിലീസ് അണ്ടർസ്റ്റാൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്. അപ്പോൾ ഓരോരോ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, നമുക്ക് ഇനി വരാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ്സ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഈ ഫാമിലീസിനെ ആണെങ്കിലും പേഷ്യൻസിനെ ആണെങ്കിലും മനസ്സിലാക്കി തരാനായിട്ട് പാലിയേറ്റീവ് കെയർ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് പാലിയേറ്റീവ് കെയർ. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഹോസ്പിസ് കെയർ ആണ്. ഹോസ്പിസ് കെയർ എന്ന് പറയുമ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Hospice care is a type of care used when a cure is not likely or when people are in last months of life. അതായത് ഈ ഒരു ഹോസ്പിസ് കെയർ കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് ഇനി ക്യൂർ ഇല്ല, എന്ത് ചെയ്താലും അവിടെ ഇനി ക്യൂർ ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരാൾ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഹോസ്പിസ് കെയർ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഹോസ്പിസ് കെയർ ഫോക്കസസ് ഓൺ കെയർ, കംഫർട്ട്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എ പേഴ്സൺ വിത്ത് സീരിയസ് ഇൽനെസ് ഹൂസ് അപ്രോച്ചിങ് ദ എൻഡ് ഓഫ് ലൈഫ്. എൻഡ് ഓഫ് ലൈഫിൽ നിൽക്കുന്ന ഒരു പേഷ്യൻറ്റിനായിരിക്കും കൂടുതലും ഈ ഹോസ്പിസ് കെയർ കൊടുക്കുന്നത്. അത് ഇറ്റ് ഇൻക്ലൂഡ്സ് കെയർ, കംഫർട്ട് ആൻഡ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇതായിരിക്കും ഹോസ്പിസ് കെയർ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഹോസ്പിസ് കെയർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് പ്രിവെൻറ്റ്സ് ആൻഡ് റിലീവ് സിംറ്റംസ്. നമ്മൾ പാലിയേറ്റീവ് കെയർ ആയിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്, എങ്കിലും എൻഡ് ഓഫ് ദ ലൈഫാണ് ഈ ഹോസ്പിസ് കെയർ കൊടുക്കുന്നത്. എൻഡ് ഓഫ് ദ ലൈഫ് അപ്രോച്ച് ചെയ്ത് നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും കൂടുതലും ഹോസ്പിസ് കെയർ കൊടുക്കുന്നത്. ഈ ഒരു ഡയഗ്രാമിൽ ഹോസ്പിസ് കെയർ എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പോർഷനാണ് ആക്ച്വലി ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇവിടെയാണ് പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റും പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റും നമ്മൾ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇസ് നോ ലോങ്ങർ പോസിബിൾ എന്നാണ് അർത്ഥം. ഇതിൻ്റെ അപ്പുറം ഇനി ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ട്രീറ്റ്മെൻറ്റ് ഇനി ആ ഒരാളിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വെച്ച് പാലിയേറ്റീവ് കെയറും ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമുക്ക് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റും ഇല്ല, പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റും ഇല്ല. അടുത്തത് വരുന്നതാണ് ഹോസ്പിസ് കെയർ. ഇത്രയും ഭാഗം പിന്നെ അയാൾക്ക് ഹോസ്പിസ് കെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റും പാലിയേറ്റീവ് കെയറും ഒരുമിച്ചാണ് പോകുന്നത്. പോയിന്റ് വെയർ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എൻഡ്സ്, അവിടെയാണ് ഹോസ്പിസ് കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഹോസ്പിസ് കെയർ എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദി ലൈഫ് അപ്രോച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു ഹോസ്പിസ് കെയർ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഡെത്ത് സ്റ്റേജാണ് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത്. ഇനി പാലിയേറ്റീവ് കെയറിൻ്റെയും ഹോസ്പിസ് കെയറിൻ്റെയും ഡിഫറൻസ് നോക്കാം. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും എനി സ്റ്റേജസ് ഓഫ് ഇൽനെസ്സിൽ പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ സമയം ഹോസ്പിസ് കെയർ എന്ന് പറയുമ്പോൾ 6 months
അല്ലെങ്കിൽ ലെസ് ദാൻ 6 months ലൈഫുള്ള ഒരു പേഷ്യൻറ്റിനാണ് ഹോസ്പിസ് കെയർ കൊടുക്കുന്നത്. പിന്നെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ഇറ്റ് മേ ബി വിത്ത് ഓർ വിത്തൗട്ട് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ചില പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ അവിടെ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഹോസ്പിസ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വിത്തൗട്ട് ദി ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അവിടെ ഒട്ടും തന്നെ അവിടെ ഉണ്ടാവില്ല. ഇല്ലാത്തൊരവസ്ഥയിൽ ഇനിയൊരു ക്യൂർ ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഹോസ്പിസ് കെയർ കൊടുക്കുന്നത്. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഹോസ്പിസ് കെയർ എക്സ്പെൻസസ് കവർ ചെയ്യുന്നത് മെഡിക്കെയർ, മെഡിക്കെയ്ഡൊക്കെയാണ്. പിന്നെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഹോസ്പിറ്റലിലോ മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിസ് കെയർ എന്ന് പറയുമ്പോൾ കൂടുതലും വീട്ടിൽ ഹോം ലൈക്ക് എൻവയോൺമെൻറ്റിലായിരിക്കും ഹോസ്പിസ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി പാലിയേറ്റീവ് കെയറിൻ്റെയും ഹോസ്പിസ് കെയറിൻ്റെ ഡിഫറൻസ്. മെയിൻ ഡിഫറൻസ് നമുക്ക് പറയാനാണെങ്കിൽ ഒരു 6 months ഒരു ലെസ് ദാൻ 6 months ലൈഫുള്ള അല്ലെങ്കിൽ നിയർ ടു ഡെത്ത് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാർക്കും കൂടുതലും ഹോസ്പിസ് കെയർ കൊടുക്കും. ഇനി അടുത്തത് വരുന്നത് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ പാലിയേറ്റീവ് കെയർ ആണ്. അപ്പോൾ ഇവിടെ പാലിയേറ്റീവ് കെയറിൽ 5 മെയിൻ സ്റ്റേജസ് ആണ് ഉള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേജ് 1. അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഷ്യൻറ്റും along with his family members will work with the health professionals ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് പാലിയേറ്റീവ് കെയർ പ്ലാൻ ഉണ്ടാക്കും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റേബിൾ ഫേസ് എന്നും വിളിക്കും. കാര്യം ഇവിടെ പേഷ്യൻറ്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉള്ള സിംറ്റംസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷേ ഒരു പ്ലാൻഡ് സിസ്റ്റമാറ്റിക് രീതിയിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്യും ഈ സ്റ്റേജിൽ. അതാണ് സ്റ്റേജ് 1 സംഭവിക്കുന്നത്. ബാക്കിയെല്ലാം റിമെയിൻ സെയിം, ട്രീറ്റ്മെൻ്റ് ഒക്കെ റിമെയിൻ സെയിം, പക്ഷേ ഒരു പ്ലാൻ എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതാണ് സ്റ്റേജ് 1. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റേബിൾ സ്റ്റേജ്. 3 ആണ്. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് കുറച്ചും കൂടി വേഴ്സ് ആവാൻ തുടങ്ങും. പിന്നെ ഇതുവരെ കാണാത്തതായിട്ടും അൺഎക്സ്പെക്റ്റഡും ആയിട്ടുള്ള സിംറ്റംസ് പുതിയത് വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിനെ ഡീറ്റീരിയോറേറ്റിംഗ് ഫേസ് എന്നാണ് വിളിക്കുന്നത്, സ്റ്റേജ് 3നെ. During this stage, it is common for the loved ones and family members to experience worsening distress and difficulty in maintaining their regular routines, which may require increased emotional support and counseling. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റേജ് 2ൽ അത്യാവശ്യം ഇമോഷണലും സ്പിരിച്വൽ സപ്പോർട്ടും കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റേജ് 3ലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ആ ഒരു ഫാമിലി മെമ്പേഴ്സിന് കുറച്ചും കൂടി ഡിസ്ട്രെസ്സും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് റുട്ടീൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കൊണ്ട് അവരാകെ ഫാമിലി മെമ്പേഴ്സാണ് കുറച്ചും കൂടി കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേജ് 2ൽ കൊടുത്തതിലും കൂടുതലൊരു ഇമോഷണൽ മെൻ്റൽ സപ്പോർട്ട് സ്റ്റേജ് 3ൽ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട് പാലിയേറ്റീവ് കെയർ. ഇനി അടുത്തത് വരുന്നത് സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 ഇൻവോൾവ്സ് അറേഞ്ചിങ് ഇൻപേഷ്യൻ്റ് കെയർ അറ്റ് ഹോസ്പിറ്റൽ ഓർ അറ്റ് ഹോസ്പിസ്. അപ്പോൾ കണ്ടോ, സ്റ്റേജ് 4ലാണ് ഹോസ്പിസ് കെയർ വന്നത്. അതായത് ആ ഒരു വ്യക്തിനെ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഹോസ്പിസ് കെയറിലേക്കോ മാറ്റുവാണ്. ഇവിടെ ഇറ്റ് ഈസ് ഓഫൺ ദ കേസ് ദാറ്റ് എൻഡ് ഓഫ് ലൈഫ് കെയർ ഇസ് റിക്വയർഡ് ഡ്യൂറിങ് ദ സ്റ്റേജ് 4. അപ്പോൾ ഇവിടെയാണ് എൻഡ് ഓഫ് ലൈഫ് കെയർ ഈ സ്റ്റേജ് 4ലാണ് വരുന്നത്. ഡ്യൂറിങ് ദ സ്റ്റേജ് പേഷ്യൻ്റ് ഇസ് യൂഷ്വലി ബെഡ് ബൗണ്ട്, has difficulty swallowing medications, is disoriented and disinterested in food or drink and requires daily health interventions. സോ ഈ ഒരു സ്റ്റേജിൽ ആ ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് ബെഡ് ബൗണ്ട് ആയിരിക്കും, കിടപ്പായിരിക്കും, മെഡിക്കേഷൻസ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, ഫുഡും വെള്ളം ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ, മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ ആവശ്യം അയാളുടെ അടുത്ത് എപ്പോഴും, ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെന്ന് പറയുന്നത് ആ ഇമോഷണലും സ്പിരിച്വലും ആയിട്ട് ഉള്ള സപ്പോർട്ടാണ് ഈ ഒരു സ്റ്റേജ് 4ൽ വേണ്ടത്. അത് പേഷ്യൻറ്റിനും ആയിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സിനും ആയിക്കോട്ടെ ഈ ഒരു സ്റ്റേജിൽ ഇമോഷണലും സ്പിരിച്വൽ സപ്പോർട്ട് കൂടുതൽ വേണ്ട സ്റ്റേജാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്.
ഇനി ലാസ്റ്റ് സ്റ്റേജ് 5 ആണ്. സ്റ്റേജ് 5 എന്ന് പറയുമ്പോൾ അത് അവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് സ്റ്റേജ് 5. അപ്പോൾ ഇവിടെ അറിയാം ഈ ഒരു സ്റ്റേജ് 5 സപ്പോർട്ട് കൊടുക്കുന്നത് ഫാമിലി മെമ്പേഴ്സിനായിരിക്കും. അവർക്ക് ഈ ബിരീവ്മെൻറ്റ് പ്ലാൻ വരെ അവിടെ പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പാലിയേറ്റീവ് കെയർ. താങ്ക് യു. Myself Shruti Grace Matthew. I am a BA trainee in St. Peter's Training College, കോലഞ്ചേരി. നമ്മൾ ഇതുവരെ പാലിയേറ്റീവ് കെയർ എന്താണെന്നൊക്കെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡയമെൻഷൻസ്, ബാരിയേഴ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കെയർ ടീം ഓഫ് പാലിയേറ്റീവ് കെയർ. നമ്മൾ ഫസ്റ്റ്ലി കാണുന്നത് ഡയമെൻഷൻസ് ആണ്. ഡയമെൻഷൻസ് ഓഫ് പാലിയേറ്റീവ് കെയർ: സോഷ്യൽ ഡയമെൻഷൻ, ഇമോഷണൽ ഡയമെൻഷൻസ്, സ്പിരിച്വൽ ഡയമെൻഷൻസ്, മെൻ്റൽ ഡയമെൻഷൻസ്, ഫിനാൻഷ്യൽ ഡയമെൻഷൻസ് ആൻഡ് ഫിസിക്കൽ ഡയമെൻഷൻസ്. ഫസ്റ്റ്ലി നമ്മൾ കാണുന്നത് സോഷ്യൽ ഡയമെൻഷൻസ്. സോഷ്യൽ ഡയമെൻഷൻസ് മീൻസ് help the need ones to overcome the loneliness and to be socially active. For example, help you plan a family meeting, suggest ways to organize people who want to help you find medical information, rights or service. All time a social worker play a major role in social dimensions of palliative care. For example, if they feel overwhelmed, the social worker can help them figure out what kind of help they need and find out. സോഷ്യൽ ഡയമെൻഷൻസിൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നൊരു ഫ്രണ്ടിനോട് നമുക്ക് അവരുടെ അസുഖത്തെപ്പറ്റി ചോദിക്കുന്നതൊക്കെ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ അയാളുടെ കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾക്കൊരു സോഷ്യൽ വർക്കറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഈ സോഷ്യൽ വർക്കർക്ക് എന്താണ് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുക? ഒരു ഫാമിലി മീറ്റിംഗ് ഹെൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ തരത്തിലുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ഒരു ഓർഗനൈസേഷൻ ഗ്രൂപ്പ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് മെഡിസിൻ ഇൻഫർമേഷൻസ് വേണ്ടത്, എന്തൊക്കെയാണ് അവർക്ക് സർവീസസ് വേണ്ടത് എന്നൊക്കെ ഈ സോഷ്യൽ വർക്കർക്ക് ചോദിച്ചറിയാനായിട്ട് സാധിക്കും. സോഷ്യൽ ഡയമെൻഷൻസിൽ സോഷ്യൽ വർക്കർക്ക് വളരെയധികം പ്രാധാന്യമാണ് കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് ഇമോഷണൽ ഡയമെൻഷൻസ് ആണ്. ഇമോഷണൽ ഡയമെൻഷൻസിൽ പേഴ്സൺസ് ഹാവിങ് സിവിയർ ഡിസീസസ് ആൻഡ് ബെഡ്രിഡൻ പേഴ്സൺസ് feel many different emotions such as sadness, anxiety or anger. It can also make them very stressed. A support group, counselor, psychologist or other specialist can help you understand and cope up with these emotions. Such emotional care deals in emotional dimensions. ഇമോഷണൽ ഡയമെൻഷൻസിൽ പറയുന്നത് ഇപ്പോൾ ക്യാൻസർ ഉള്ള ഒരാൾക്ക് പല രീതിയിലുള്ള ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാകുക. ചിലവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചിലർ ഭയങ്കരമായിട്ട് ഫാമിലിയുടെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഓർത്ത് വളരെയധികം ആങ്സൈറ്റി ആയിരിക്കും, ചിലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, ചിലർ എപ്പോഴും നല്ല സ്ട്രെസ്സായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ തരത്തിലുള്ള ഇമോഷനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടീവ് ഗ്രൂപ്പാണ് കൗൺസിലർ, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ്. അപ്പം ഈ സപ്പോർട്ടീവ് ഗ്രൂപ്പിനെ വെച്ച് ഈ തരത്തിലുള്ള ഇമോഷൻസിനെയൊക്കെ കോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് കാണുന്നത് സ്പിരിച്വൽ ഡയമെൻഷൻസ്. പേഴ്സൺ ഹാവിങ് സിവിയർ ഡിസീസസ് ആൻഡ് ബെഡ്രിഡൻ പേഴ്സൺസ് ക്യാൻ ബ്രിങ് അപ്പ് മെനി സ്പിരിച്വൽ ക്വസ്റ്റ്യൻസ്. മാരക രോഗങ്ങളും കിടപ്പ് രോഗികളും ഒക്കെ ഉള്ള ആളുകൾ ചിലപ്പം സ്പിരിച്വലായിട്ട് അവരുടെ മനസ്സിൽ തന്നെ പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ ദൈവം എന്തിന് എനിക്ക് രോഗം തന്നു എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവരോട് തന്നെ ചോദിക്കും. ഇഫ് ദം ബിലോങ് ടു എ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി സച്ച് ആസ് ചർച്ച്, സിനഗോഗ് ഓർ അതർ ഗ്രൂപ്പ്, ദ സ്പിരിച്വൽ ലീഡർ ഓർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് മൈറ്റ് സപ്പോർട്ട് ദം സ്പിരിച്വലി. അവരൊരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയിൽ ഒരു പള്ളിയിലൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്പിരിച്വൽ ലീഡർക്ക് ഈ തരത്തിലുള്ള സ്പിരിച്വൽ ഡയമെൻഷൻസ് എന്നൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ സ്പിരിച്വലായിട്ട് ഈ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എ ഹോസ്പിറ്റൽ ചാപ്ലിൻ ക്യാൻ ഓൾസോ പ്രൊവൈഡ് സ്പിരിച്വൽ സപ്പോർട്ട് വെദർ യു ആർ റിലീജിയസ് ഓർ നോട്ട്. മിക്ക ഹോസ്പിറ്റലുകൾക്കും അവിടെ ഒരു ചാപ്ലിൻ കാണും. ആ ചാപ്ലിനും നമ്മൾ റിലീജിയസ് ആണെങ്കിലും അല്ലെങ്കിലും ഈ തരത്തിലുള്ള ഡയമെൻഷൻസ് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Chaplains work with the people of all faith and those who do not have a specific faith. ഫെയ്ത്ത് ഉള്ള വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും വേണ്ടി ഈ ചാപ്ലിൻസ് സപ്പോർട്ടീവായിട്ട്
വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് സ്പിരിച്വൽ ഡൈമെൻഷൻസിൽ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മെൻ്റൽ ഡൈമെൻഷൻസ് ആണ്. ബെഡ്രിഡൻ സിറ്റുവേഷൻസ്, ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് മെഡിക്കേഷൻസ് ക്യാൻ ഓൾ അഫക്റ്റ് മൈൻഡ് വർക്ക്. For example, if sleeping is not enough, persons might feel stress and have a hard time thinking clearly, or they might be very anxious about whether their treatment is working. കിടപ്പ് രോഗികൾക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റും മെഡിക്കേഷൻസും ഒക്കെ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് എപ്പോഴും അവർ അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീപ്പിംഗ് ഒക്കെ എന്ന് പറയുമ്പം നല്ല രീതിയിൽ ആകണമെന്നില്ല. അപ്പോൾ അവരോട് തന്നെ ചോദിക്കും, നല്ല രീതിയിലാണോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് എന്നൊക്കെ. അതാണ് പ്രധാനമായിട്ടും മെൻ്റൽ ഡൈമെൻഷൻസിൽ പറയുന്നത്. Palliative care for mental health includes exercise, counseling, medications and possibly medication to help with anxiety, depression or sleep problem. ഈ സ്ലീപ്പിംഗ് പ്രോബ്ലംസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വെച്ചാൽ എക്സസൈസ് ഉണ്ട്, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം, മെഡിറ്റേഷൻ കൊടുക്കാം, ആൻഡ് പോസിബിളി മെഡിക്കേഷനും കൊടുക്കാം ടു ഹെൽപ്പ് വിത്ത് ആങ്സൈറ്റി ഒക്കെ മാറ്റാം, അവരുടെ ഡിപ്രഷൻസ് മാറ്റാം, സ്ലീപ്പിംഗ് പ്രോബ്ലംസ് വരെ മാറ്റാനായിട്ട് സാധിക്കും. A counselor, support group leader or a psychologist might suggest to do activities that help them to reduce stress and anxiety, such as yoga, creating arts, joining a group of other cancer survivors, or volunteering for a cause you might feel meaningful. ഒരു കൗൺസിലർക്ക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ഗ്രൂപ്പിൻ്റെ ലീഡർക്ക്, ഒരു സൈക്കോളജിസ്റ്റ്, അവർ തരുന്ന ചില ആക്ടിവിറ്റീസിൽ കൂടി നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അവർ തരുന്ന ചില ആക്ടിവിറ്റീസാണ് യോഗ, ക്രിയേറ്റിംഗ് ഒരു ആർട്ട്, പിന്നെ ക്യാൻസർ ഉള്ള ആളാണെങ്കിൽ ക്യാൻസർ മാറിയ ആളോട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ വോളണ്ടിയറിങ് ചെയ്യുക. അപ്പം വളരെ മീനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടി മെൻ്റൽ ഡൈമെൻഷൻസിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഫിനാൻഷ്യൽ ഡൈമെൻഷൻസ് ആണ്. Treatment for severe diseases and bedridden can be expensive. This might be a cause of stress and anxiety for them and their family. In addition to treatment costs, they have some other extra expenses such as cost of traveling, medicines. നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിനൊക്കെ മെഡിസിൻസും ഇഞ്ചക്ഷനും ഒക്കെ ഭയങ്കര പൈസയായിരിക്കും. അപ്പം മറ്റുള്ള ഈ പേഷ്യൻറ്റിന് മാത്രമല്ല ഫാമിലി മെമ്പേഴ്സിനും അത് വളരെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ അതിൽ ജനിപ്പിക്കും. ഈ മെഡിസിൻ്റെ ചിലവും ഈ പേഷ്യൻ്റെ ചിലവും മാത്രമല്ല, ഇവർ കുറേ എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുണ്ട്. ഇവരുടെ ട്രാവലിങ്ങും വേറെ എക്സ്ട്രാ പുറത്തുനിന്ന് വാങ്ങേണ്ട മെഡിസിൻസൊക്കെ വളരെയധികം പൈസ ഉണ്ടാകും. അപ്പം എ സോഷ്യൽ വർക്കർ ഓർ എ ഫിനാൻഷ്യൽ കൗൺസിലർ ക്യാൻ പ്രൊവൈഡ് പാലിയേറ്റീവ് കെയർ ഫോർ ദീസ് കൺസേൺ. ഫോർ എക്സാമ്പിൾ, ദേ മൈറ്റ് ഫൈൻഡ് പ്രോഗ്രാം ദാറ്റ് പ്രൊവൈഡ് ഫ്രീ ഓർ ലോ കോസ്റ്റ് മെഡിസിൻസ്. അപ്പോൾ ഒരു സോഷ്യൽ വർക്കറിനോ ഫിനാൻഷ്യൽ കൗൺസിലറിനോ അവർക്കൊക്കെ നല്ല രീതിയിൽ പാലിയേറ്റീവ് കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? ചില പ്രോഗ്രാമൊക്കെ അവർക്ക് സെറ്റപ്പ് ചെയ്യാം. ഫ്രീക്കും ലോ കോസ്റ്റുമായിട്ടുള്ള മെഡിസിൻസ് സപ്ലൈ ചെയ്യാനായിട്ടുള്ള അവർക്ക് ഈ സോഷ്യൽ വർക്കർക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് ഫിനാൻഷ്യൽ ഡൈമെൻഷൻ. ഫിസിക്കൽ ഡൈമെൻഷൻസ്. Physical side effect of diseases and treatment depends upon several factors. These include the type of diseases, its stage, the treatment and their general health. ഫിസിക്കൽ ഡൈമെൻഷൻസിൽ അവർക്ക് പലതരം ഫാക്ടേഴ്സ് ആയിരിക്കും അതിൽ ഉൾപ്പെടുന്നത്. ഏത് തരത്തിലുള്ള രോഗമാണ് അവർക്ക് ഉള്ളത്, അതിൻ്റെ സ്റ്റേജ് എന്താണ്, ഇപ്പോൾ അവരുടെ ഹെൽത്ത് എന്നാണ് ഫിസിക്കൽ ഡൈമെൻഷൻസിൽ അവർ പ്രധാനമായിട്ട് പറയുന്നത്. പാലിയേറ്റീവ് കെയർ ഇപ്പോൾ ഫിസിക്കൽ സൈഡ് എഫക്റ്റ് മൈറ്റ് ഇൻക്ലൂഡ് ആൻറ്റി നൗസിയ മെഡിസിൻസ്, ഫിസിക്കൽ തെറാപ്പി ഓർ ഹെൽപ്പ് വിത്ത് ന്യൂട്രീഷൻ. ഫിസിക്കൽ സൈഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ? ആൻറ്റി നൗസിയ മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും, എന്തെങ്കിലും ഫിസിക്കൽ തെറാപ്പി കൊടുക്കാൻ പറ്റും, എന്തെങ്കിലും നമുക്ക് ന്യൂട്രീഷൻസ് വേണമെങ്കിൽ നമുക്ക് അതും കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? പെയിൻ, ഫാറ്റിഗ്യൂ, നൗസിയ, വോമിറ്റിംഗ് ആൻഡ് ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, ബ്രീത്തിങ് പ്രോബ്ലംസ് സച്ച് ആസ് ബീയിങ് ഷോർട്ട് ഓഫ് ബ്രെത്ത്, സ്ലീപ്പ് പ്രോബ്ലംസ്.
ഇപ്പോൾ ക്യാൻസർ രോഗികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വരും. അപ്പോൾ അവർക്ക് ഫിസിക്കൽ ഡൈമെൻഷൻസിന് അവർക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ബാരിയേഴ്സ്, നമ്മൾ ഇത്രയും ഡൈമെൻഷൻസ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാരിയേഴ്സ് ഓഫ് പാലിയേറ്റീവ് കെയർ ആണ്. ഫസ്റ്റ്ലി, ലാക്ക് ഓഫ് റിസോഴ്സസ് ടു റെഫർ, not knowing that resources exist, ignorance regarding what palliative care is, reluctance of patient and or other family to be referred, resistive specialist palliative care service program eligibility criteria, lack of knowledge. പാലിയേറ്റീവ് കെയറിന് കുറേ ബാരിയേഴ്സ് ഉണ്ട്. നമുക്ക് റിസോഴ്സസ് നമുക്ക് കിട്ടണമെന്നില്ല. ചിലവർക്ക് റിസോഴ്സസ് എന്താണെന്ന് അറിയത്തില്ല. ചിലർക്ക് പാലിയേറ്റീവ് കെയർ ചെയ്യാനായിട്ടോ പാലിയേറ്റീവ് കെയർ ആണല്ലോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരൊക്കെ കാണും. ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒഴിവാക്കി വിടുന്നവരുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇപ്പം എലിജിബിലിറ്റി കാണത്തില്ല, അപ്പം എന്തെങ്കിലും സർവീസ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇപ്പം അതിലേക്കൊന്നും വരത്തില്ല. പിന്നെ അറിവില്ലായ്മയും ഒരു ബാരിയറാണ് പാലിയേറ്റീവ് കെയറുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പാലിയേറ്റീവ് കെയർ ആണ്. affirms life and regards dying as a normal process, neither hastens nor postpones death, provide relief from pain and other distressing symptoms, integrates the psychologist and spiritual aspect of care, offer a support system to help patients live as actively as possible under death, offer a support system to help patient families cope during the patient illness and in their own benevolent. പ്രിൻസിപ്പിൾസ് ഓഫ് പാലിയേറ്റീവ് കെയറിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പേഷ്യൻറ്റിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക, അവരുടെ മരണം വരെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക, നല്ല രീതിയിൽ കെയർ കൊടുക്കുക, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഈ ഫാമിലി മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാത്ത പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിലും അവരെ കരുതുക. എന്തെങ്കിലും കൗൺസിലിങ്ങോ സൈക്കോളജിസ്റ്റോ ഒക്കെ വഴി അവരെ നല്ല രീതിയിൽ കോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. അവരുടെ മരണം വരെ അവർ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുക. എന്നുവെച്ചാൽ അവരുടെ മരണത്തിൻ്റെ അന്ന് വരെ അവർക്ക് നല്ല രീതിയിൽ മെഡിസിൻസും നല്ല രീതിയിൽ കെയറും സപ്പോർട്ടും ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വേർ ക്യാൻ ആക്സസ് പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ നമുക്ക് എവിടെ നിന്നൊക്കെ ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. പാലിയേറ്റീവ് കെയർ ഈസ് പ്രൊവൈഡഡ് വേർ ദ പേഴ്സൺ ആൻഡ് ദെയർ ഫാമിലി വാണ്ട്സ് വെർ പോസിബിൾ. It is not exclusively locked into a clinical or hospital setting. പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഹോസ്പിറ്റൽ പരമായിട്ടുള്ള കാര്യങ്ങളെന്നാണ് പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അല്ല, ഫാമിലിക്ക് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എപ്പോഴാണ് പാലിയേറ്റീവ് കെയറുന്നത് വേണ്ടത്, അപ്പം നമുക്ക് പാലിയേറ്റീവ് കെയർ നമുക്ക് ലഭിക്കും. പാലിയേറ്റീവ് കെയർ നമുക്ക് ഹോമിൽ നിന്ന് ലഭിക്കാം, ഹോസ്പിറ്റലിൽ ലഭിക്കാം, ഹോസ്പിറ്റൽസിൽ ലഭിക്കാം, റെസിഡൻ്റൽ ഏജ് കെയർ ഫെസിലിറ്റിയിൽ നമുക്ക് ലഭിക്കും. ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ആൾക്കാർ തന്നെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഏജ്ഡ് ഫെസിലിറ്റി ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് പാലിയേറ്റീവ് കെയറിൽ നമുക്ക് എന്തൊക്കെ എലിജിബിലിറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കലി palliative care was used in people with incurable cancer and was largely synonymous with the hospital care. പണ്ട് കാലങ്ങളിൽ പാലിയേറ്റീവ് കെയർ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാൻസർ പേഷ്യൻറ്റിനാണ്. അത് മിക്കവാറും ഹോസ്പിറ്റൽ കെയറിനായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. ഓവർ ടൈം ദ ഡെഫിനേഷൻ ഹാസ് ഇവലൂഡ് ആൻഡ് ബ്രോഡൻഡ്. പക്ഷെ കുറേയും കൂടെ കഴിഞ്ഞപ്പം ഇത് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പായി. ടുഡേ palliative care can be applied to many serious or life-threatening conditions, whether terminal or non-terminal. പക്ഷേ ഇന്ന് പാലിയേറ്റീവ് കെയർ മിക്ക സീരിയസ് ആയിട്ടുള്ള ഡിസീസിനും പാലിയേറ്റീവ് കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മാറുന്നതാണെങ്കിലും മാറാത്തതാണെങ്കിലും മിക്ക അസുഖങ്ങൾക്കും പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്നത് എന്തോരം എലിജിബിലിറ്റി ഒക്കെ വേണമെന്നാണ്. In addition to cancer, palliative care may be used with people. എന്ന് വെച്ചാൽ പാലിയേറ്റീവ് കെയർ ക്യാൻസറിന് മാത്രമല്ല
വേറെ പലതരം ഡിസീസിന് പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. അതിലൊന്നാമതാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, സ്ട്രോക്ക്, HIV AIDS, അഡ്വാൻസ്ഡ് കിഡ്നി ഡിസീസ്, അഡ്വാൻസ്ഡ് ലിവർ ഡിസീസ്, ന്യൂറോഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് അൾഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസ് ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആൻഡ് അമ്നിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. ഈ തരത്തിലുള്ള ഡിസീസിനൊക്കെ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാലിയേറ്റീവ് കെയർ ടീമിനാണ്. പാലിയേറ്റീവ് കെയർ ഈസ് ടിപ്പിക്കലി ക്യാരിഡ് ഔട്ട് ബൈ ടീം ഓഫ് പ്രൊഫഷണൽസ് who can address multiple concern. പാലിയേറ്റീവ് കെയർ പെട്ടെന്നൊരാൾക്ക് ചെന്ന് പാലിയേറ്റീവ് കെയർ ഒന്നും പറ്റത്തൊന്നുമില്ല. അതിന് കുറച്ച് പ്രൊഫഷണൽസ് ആൾക്കാരുടെ ആവശ്യമുണ്ട്. അത് ഇറ്റ് മേ ബി ഓഫേർഡ് ബൈ ഹോസ്പിറ്റൽസ്, ഹോം കെയർ ഏജൻസീസ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ആൻഡ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്. പാലിയേറ്റീവ് കെയർ ടീം പ്രധാനമായിട്ടും ഓഫർ ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഹോസ്പിറ്റലിൽ ഓഫർ ചെയ്യും, ഏതെങ്കിലും ഹോം കെയർ ഏജൻസീസിലൊക്കെ ഓഫർ ചെയ്യാൻ പറ്റും. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്, ഇപ്പോൾ ക്യാൻസറിന് വേണ്ടി മാത്രമുള്ള ചില സെൻറ്റേഴ്സും അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലൊക്കെ കാണും. അവിടെ നമുക്ക് പാലിയേറ്റീവ് കെയർ നമുക്ക് കിട്ടുന്നുണ്ട്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, ചിലപ്പം ഇപ്പോൾ ക്യാൻസർ പോലത്തെ രോഗമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അത് മാറത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളത്തെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ട്. അപ്പം അവർക്ക് ലോങ് ടേം ആയിട്ടുള്ള കെയർ കൊടുക്കാനായിട്ടൊക്കെ ഈ പാലിയേറ്റീവ് കെയർ ടീമിന് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് ഡയമെൻഷൻസ് കണ്ടു, ബാരിയേഴ്സ് കണ്ടു, പ്രിൻസിപ്പിൾസ് കണ്ടു, എന്തൊക്കെയാണ് പാലിയേറ്റീവ് കെയർ, എന്തൊക്കെയാണ് പാലിയേറ്റീവ് കെയർ ടീമിൻ്റെ എലിജിബിലിറ്റി, എവിടെ നിന്നൊക്കെ ലഭിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഹോമിൽ നിന്നും എങ്ങനെയൊക്കെയാണ് പാലിയേറ്റീവ് കെയർ നമുക്ക് ലഭിക്കുക എന്നൊക്കെയാണ് നമ്മളിപ്പം കണ്ടത്. ഓക്കെ, താങ്ക് യു. Good evening to all. Myself Sumaya PA from St. Peter's Training College, Kolancheri. Today I am standing in front of you to speak a few words about palliative care in Kerala. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പാലിയേറ്റീവ് കെയർ, പെയിൻ എന്താണ്, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ ബെനഫിറ്റ്സ്, സ്റ്റേജസ്, പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പറയാൻ പോണത് കേരളത്തിലെ പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന്. പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ ജീവന് ഭീഷണിയാകുന്ന രോഗമുള്ളവരുടെ അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിനായി പ്രസ്തുത രോഗലക്ഷണങ്ങളോടനുബന്ധിച്ച് രോഗനിർണയവും വേദന സംഹാര ചികിത്സകളും അവരുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ തടയുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമീപനമാണ് പാലിയേറ്റീവ് പരിചരണം എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പാലിയേറ്റീവ് കെയർ ഇൻ കേരളയാണ്. The well-noted community-based palliative care program of Kerala provides medical and social supports through home-based care for patients with a terminal illness and diseases requiring long-term support. There is, however, limited information on patients' characteristics, caregivers, and program performance. എന്നുവെച്ചാൽ ഇങ്ങനെ ഡിസീസസൊക്കെ ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കലായിട്ടും സോഷ്യൽ സപ്പോർട്ടും, അതായത് വീടുകളിൽ ചെന്നിട്ട് ഹോം ബേസ്ഡായിട്ട് അവരെ കെയർ ചെയ്യുക, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മൾ കേരളത്തിൽ പാലിയേറ്റീവ് കെയറിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ പാലിയേറ്റീവ് കെയർ കേരള ഹാസ് 1,25,000 incurable ill, bedridden and dying patients with the physical and psychological, family, social and economical implications. ഇനി ഗോൾ ഓഫ് കേരള സ്റ്റേറ്റ് പോളിസി ഓഫ് പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയറിൽ കേരളത്തിൽ എന്താണ് അവരുടെ ലക്ഷ്യം? The goal of the policy is to ensure that every person in Kerala has access to effective palliative care service of good quality with a focus on community supported home-based care without getting exposed to hardships, financial, social or personal.
അതായത് ഇപ്പോൾ ഇങ്ങനെ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഫിനാൻഷ്യലായിട്ടും സോഷ്യലിയും അതുപോലെ പേഴ്സണലായിട്ടും അവർ ഒരുപാട് താഴെയായിരിക്കും. ഫിനാൻഷ്യൽ കപ്പാസിറ്റിയൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇവരെ ഒരു ഗുഡ് ക്വാളിറ്റിയിൽ നമ്മൾ കൊണ്ടുവരിക. അതായത് അവരുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പിനെയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഗോൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. The Indian Association of Palliative Care came into existence from Gujarat in 1985. ഇത് ഫസ്റ്റ് വന്നത് ഗുജറാത്തിൽ 1985-ലാണ്. പിന്നെ കേരളത്തിൽ വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി PPCS 1993 മുതൽ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ ജില്ലയിലും ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലയിലും ഇപ്പോൾ ഏകദേശം പ്രവർത്തകരൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പാലിയേറ്റീവ് കെയർ പരിചരണം കേരളത്തിൽ അതിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും വിജയകരമായി നിറവേറ്റിയിട്ടുണ്ട്. കോഴിക്കോടാണ് അപ്പോൾ ഇത് ഫസ്റ്റ് വന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് രാജഗോപാൽ ആൻഡ് സുരേഷ് കുമാറാണ്. WHO Collaborating Center for Community Participation in Palliative Care and Long-Term Care, founded PPCS, starting out with a focus on cancer and just rupees 1,500 as capital funds. It was recognized by the World Health Organization in 1995 and has expanded its remit over time. കേരളത്തിൽ ഇതിൻ്റെ എന്തെല്ലാം പ്രോസസ്സാണ് നടക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ: വില്ലിങ്നെസ് ഓഫ് LST, സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് ഓഫ് ഓൾ ഗ്രൂപ്പ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോഗ്രാം കൺസെപ്റ്റ്, training of interested volunteers group, sensitive identification of the target group by the volunteers, need assessment through house visit by home care teams, and documentation of the need by trained nurses, field staff, elected members, ASHA workers, volunteers, joint meeting for project formulation based on needs. അതായത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് കൂടിയിട്ടാണ് ഈ പാലിയേറ്റീവ് കെയർ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റൊക്കെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻഡായ മെമ്പേഴ്സ്, നേഴ്സസ്, ഫീൽഡ് സ്റ്റാഫ്, അങ്ങനെ ഉള്ള വോളണ്ടിയേഴ്സാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമിലുള്ളത്. പിന്നെ ഇത് മെയിനായിട്ട് ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കേരള പാലിയേറ്റീവ് കെയർ പറയുന്നത് എന്താ വെച്ചാൽ പേഴ്സൺ അഫക്റ്റഡ് ബൈ എൻഡ് സ്റ്റേജ് ക്യാൻസർ, സ്ട്രോക്ക്, വെരി ഓൾഡ് പീപ്പിൾ, എൻഡ് സ്റ്റേജ് സിസ്റ്റമാറ്റിക് ഡിസീസസ്, cardiac, respiratory, renal, etc., neuromuscular disorders, AIDS, head injuries, spinal injuries, paraplegics, mental and physical exception children's. ഇതെന്താ പറയണമെന്ന് വെച്ചാൽ ഏതൊക്കെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പാലിയേറ്റീവ് കെയർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ഇങ്ങനെ പരിചരണം കൊടുത്തിരുന്നത് മരണാസന്നരായ ക്യാൻസർ രോഗികൾക്കും, പക്ഷേ ഇപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കുന്ന എല്ലാ രോഗങ്ങളിലും രോഗിയുടെ വേദനയും മറ്റ് അസ്വസ്ഥതകളും ഒഴിവാക്കുവാനോ കുറയ്ക്കുവാനോ ഈ പരിചരണം പ്രയോജനപ്പെടുത്തുന്നു. അർബുദം കൂടാതെ ശ്വാസകോശ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ, ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ തുടങ്ങിയവയിലുണ്ടാകുന്ന അസ്വസ്ഥതകളും ചില ഘട്ടങ്ങളിൽ അർബുദ ചികിത്സയുടെ ഭാഗമായ കീമോതെറാപ്പിയുടെ വിപരീത ഫലമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനും പാലിയേറ്റീവ് കെയർ
പരിചരണം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മരണാസന്നരായ രോഗങ്ങളുള്ള കുട്ടികളുണ്ടല്ലോ, ശിശുക്കളെയും സഹായിക്കുവാനായിട്ട് പാലിയേറ്റീവ് പരിചരണം ഇപ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട്സ് ഗിവൺ ബൈ പാലിയേറ്റീവ് കെയർ കേരള. കേരളത്തിൽ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ആരൊക്കെയെന്നാണ് പറയുന്നത്. വോളണ്ടിയർ സപ്പോർട്ട്. ഈച്ച് പേഷ്യൻറ്റ് ലിങ്ക് ടു എ വോളണ്ടിയർ ഹു മൊബിലൈസ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ത്രൂ ഹോം വിസിറ്റ് ആസ് പെർ നീഡ്. ഫോളോ അപ്പ് ഹോം വിസിറ്റ് ബൈ ട്രെയിൻഡ് പാലിയേറ്റീവ് കെയർ നഴ്സസ് ആസ് പെർ നീഡ്. Training of family in basic care of bedridden patients, wound care and change, nasogastric tube care and change etc. മെയിനായിട്ട് ഇതിന് വോളണ്ടിയർ സപ്പോർട്ടാണ് ഉള്ളത്. അത് ഈ പേഷ്യൻസിൻ്റെ വീടുകളിൽ ചെന്നിട്ട് അവരുടെ വീടുകളിൽ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ട ഇപ്പോൾ ഈ പാലിയേറ്റീവ് കെയർ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് ഈ വോളണ്ടിയർക്ക് അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രെയിൻഡായ നേഴ്സസ് അവരും ഹോം ബേസ്ഡായിട്ട് അവർ കെയർ ചെയ്യാൻ ചെല്ലുന്നു. പിന്നെ ബെഡ് റിഡൻ പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നു. നെക്സ്റ്റ് പറയണത് എന്താ വെച്ചാൽ ബേസിക് മെഡിക്കൽ ഫോളോ അപ്പ് ത്രൂ സ്പെഷ്യൽ OP ക്ലിനിക് കണ്ടക്റ്റഡ് 1 per week അറ്റ് PHC. അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സിനെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അതായത് ഒരാഴ്ചയിൽ ഒരു ദിവസം PHCയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു OP സൗകര്യം ലഭ്യമാക്കാം. ഫിസിയോതെറാപ്പി സപ്പോർട്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഓൾറെഡി ബെഡ്രിഡനായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഫിസിയോതെറാപ്പിയിലൂടെയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ചിലപ്പോൾ ഇവരെ പുറത്ത് കൊണ്ടുപോയി ഒരു സെൻറ്ററിൽ കൊണ്ടുപോയി ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളോ അതായത് ട്രാവലിംഗ് അല്ലെങ്കിൽ ഇവരെ എടുത്തുകൊണ്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും എല്ലായിടത്തും സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. റെഫറൻസ് ആസ് പെർ നീഡ് ടു ഹയർ സെൻറ്റേഴ്സ് ഇൻ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. സ്പെഷ്യൽ സപ്പോർട്ട് ലൈക്ക് പ്രൊവിഷൻസ് ഓഫ് വാട്ടർ ബെഡ്, വീൽ ചെയർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ആൾക്കാർ ആ ഡോക്ടേഴ്സ് നമ്മുടെ വീട്ടിൽ വരുന്നത് പോലെ തന്നെ അത് ഈ പാലിയേറ്റീവ് കെയർ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സായിരിക്കും വരുന്നത്. അതുപോലെ അവർക്ക് ഈ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ബെഡ്, വീൽ ചെയർ, ഇതൊക്കെ എല്ലാ സപ്പോർട്ടും ഈ സ്പെഷ്യൽ സപ്പോർട്ടൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയണത് എന്താ വെച്ചാൽ കേരളത്തിൽ ഇതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ്. പാലിയേറ്റീവ് കെയർ ഇൻ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻസ്, ഇവിടെയൊക്കെ എന്തൊക്കെ കാര്യം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ 60,000 പേഴ്സൺസ് ആണ്. കമ്മ്യൂണിറ്റി വർക്കിംഗ് നഴ്സ് 1,063. ടോട്ടൽ നമ്പർ ഓഫ് LSC മെമ്പേഴ്സ് ട്രെയിൻഡ് 5,720. ടോട്ടൽ പ്രോജക്റ്റ് ഫണ്ട് ബൈ LSCA ഫോർ പാലിയേറ്റീവ് കെയർ 2014 to 15 62 CR ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, കേരളത്തിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്? സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഡ്രഗ്സ്, മെറ്റീരിയൽസ് ആൻഡ് സ്ട്രീംലിംഗ് സപ്ലൈ ത്രൂ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ടൈ അപ്പ് വിത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ബൈ പ്രൊവൈഡിങ് ഫോളോ അപ്പ് ഹോം കെയർ ഫോർ പേഷ്യൻസ് ഡിസ്ചാർജ്ഡ്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഇവർ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കാര്യമില്ലാത്ത പേഷ്യൻസിനെ നമ്മൾ വീട്ടിലേക്ക് മാറ്റും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഏതൊക്കെ പേഷ്യൻസിന് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഹെൽപ്പ് വേണം എന്നുള്ളവർക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച്
അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് ട്രൈ അപ്പ് ചെയ്യുന്നു. ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ് ക്യാപ്പബിൾ ഓഫ് കമ്മ്യൂണിറ്റി ലെവൽ കപ്പാസിറ്റി ബിൽഡിംഗ്. അതായത് ഇപ്പോൾ ഏകദേശം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പാലിയേറ്റീവ് കെയർ വന്നിട്ടുണ്ട്. ഇനി ഇല്ലാത്ത ജില്ലകളിലേക്ക് ഇത് കൊണ്ടുവരാൻ പോകുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണലൈസിങ് ദ പ്രോസസ് ഇൻ ദ 12th 5-year പ്ലാൻ. നെക്സ്റ്റ് പറയണത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയർ SIPC. മെയിനായിട്ട് ഇപ്പോൾ കൂടുതലും ഈ പാലിയേറ്റീവ് കെയറിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ആയിരിക്കും. ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, ഇവർക്കൊക്കെയാണ് ഇവർ കൂടുതൽ, അതായത് ആരോഗ്യപരമായിട്ട് ഊർജ്ജസ്വലരായ മെമ്പേഴ്സാണല്ലോ ഇതിനകത്തേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം അത് മനസ്സിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ആഗ്രഹം വേണം കേട്ടോ. അങ്ങനെ സ്റ്റുഡൻസാണ് ഇപ്പോൾ കൂടുതലായിട്ട് പാലിയേറ്റീവ് കെയറിൽ ഇറങ്ങുന്നത്. സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയർ ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ബൈ ദ യങ് വൈബ്രൻറ്റ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഓഫ് കോഴിക്കോട് സിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോഴിക്കോട് സിറ്റിയിലാണ് ഫസ്റ്റ് പാലിയേറ്റീവ് കെയർ വന്നത് 1993. The organization on since January 2010 is aimed at organizing adequate and affordable support programs for the bedridden, the incurable ill and dying people. SIPC since its inception has been instrumental in ensuring constant involvement of students in spreading awareness on palliative care, hands-on patients care and mobilizing volunteers, material and financial resources. ഈ പാലിയേറ്റീവ് കെയറിൻ്റെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവെയർനെസ് പ്രോഗ്രാംസൊക്കെ തയ്യാറാക്കുന്നു. അതിന് താല്പര്യമുള്ള വോളണ്ടിയേഴ്സിനൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സൊക്കെ കണ്ടുപിടിക്കുന്നു. ഇതൊക്കെയാണ് സ്റ്റുഡൻസ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. ദ ഓർഗനൈസേഷൻ ഈസ് നൗ എ ബ്രോഡ് പ്ലാറ്റ്ഫോം ഓഫ് ദ വൈബ്രൻറ്റ് യങ് ജനറേഷൻ ബാറ്റ്ലിംഗ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇൻ്റഗ്രൽ ആൻഡ് എംപത്തറ്റിക് സൊസൈറ്റി. The organization is emerging as a silent social revolution by the young aim the present day youth which believes progress can only be portrayed in the form of gained glass molds. The organization believes in the internal power which comes out of the unconditional and heartly human relations. SIPC stands united to constructively envisage change. നെക്സ്റ്റ് പറയണത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ മുൻനിരയിലേക്ക് സ്റ്റുഡൻസാണ് ഇതിന് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കൺക്ലൂഷനിലേക്ക് നീങ്ങാം. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കേരളത്തിൽ പാലിയേറ്റീവ് കെയറിൻ്റെ സപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി കാണും. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വേണ്ടി ചെയ്യുക. അതായത് നമ്മൾ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ സഹായങ്ങൾ, ഇപ്പോൾ അവർ ചെന്ന് ഒന്ന് ബെഡ്റിഡനായിട്ട് കിടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ പുറംലോകം കാണുന്നില്ല. അവർ വീടുകളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി അവരുടെ ജീവിതം ആ ഒരു ബെഡിലാണ്. അവർക്കൊന്ന് എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ എല്ലാവരും പോലെ ചിലർക്കൊക്കെ സംസാരിക്കാൻ പോലും കഴിവുണ്ടാവില്ലായിരിക്കും കേട്ടോ. പക്ഷേ ചിലർ എല്ലാം അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയും സംസാരിക്കാനും ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത്, അതായത് ആ രോഗത്തിൽ നിന്നും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും നമ്മളിങ്ങനെ ചെന്ന് അവരെ പരിചരിക്കുമ്പോൾ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യുക. The role of palliative care at the end of life is to relieve the suffering of patients and their families by the comprehensive assessment and treatment of physical, psychosocial and spiritual symptoms patients experience. As death approaches, the symptom burden of a patient may worsen and require more aggressive palliation.
As comfort measures intensify, so does the support provided to a dying patient's family. Once death has occurred, the role of palliative care focuses primarily on support of the patient's family. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടിനാളുണ്ടെന്ന് അറിയുമ്പോൾ പല വേദനകളും കുറയുന്നതാണ്. അതായത് നമ്മളെ കാണാൻ വരാനും നമ്മളെ പരിചരിക്കാനും നമുക്കായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ആ ഒരു പേഷ്യൻസിന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ അസുഖങ്ങൾ, അതായത് ചിലപ്പോൾ ഒരിക്കലും മാറാത്ത അസുഖമായിരിക്കും, അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് തന്നെ അസുഖങ്ങൾ ചിലപ്പോൾ മാറിക്കിട്ടാൻ വഴിയുണ്ട്. അതാണ് കൂട്ടിനാളുണ്ടെന്ന് അറിയുമ്പോൾ കുറയുന്നതാണ് പല വേദനകളും. ഇതോടുകൂടി പാലിയേറ്റീവ് കെയറിൻ്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനായിട്ട് എനിക്കെല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട്. എനിക്കിതിനായിട്ടൊരു അവസരം തന്ന പ്രിൻസിപ്പൽ, ട്രെയിനിങ് കോളേജിലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആൻഡ് ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും, പിന്നെ കൂത്താട്ടുകുളം സ്കൂളിലെ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എല്ലാവർക്കും ഇതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു.